തൃശൂരിനെ വിറപ്പിച്ച പുലികളിറങ്ങി 9 ദേശങ്ങളിൽ നിന്നായി 450-ലധികം പുലികളാണ് നഗരം കീഴടക്കിയത്. പുലികളെ കാണാനെത്തിയവരെ കൊണ്ട് സ്വരാജ് റൗണ്ട് നിറഞ്ഞു. വ്യത്യസ്തങ്ങളായ നിരവധി നിശ്ചല ദൃശ്യങ്ങളും ഇത്തവണത്തെ പുലിക്കളിയുടെ മാറ്റുകൂട്ടി. നടരാജ് കാഴ്ചാം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നടരാജ്, പുലിക്കളി തുടങ്ങിയിട്ട് 4 മണിക്കൂറിനോട് അടുക്കുകയാണ്. ആവേശം ഒട്ടും ചോരാതെ ഇപ്പോഴും അവിടെ ആകാംക്ഷയോടെ ആൾക്കാർ കൂടിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ജീന, പുലികളി അതിന്റെ ആവേശത്തിന്റെ ഉച്ചസ്ഥായിലാണ്. പുലികളി അതിന്റെ ആവേശത്തിന്റെ ഉച്ചസ്ഥായിലാണ്. ഏതാണ്ട് മെല്ലെ മെല്ലെ നമ്മൾ ഏവരും കാത്തിരുന്ന പുലികളി അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങും എന്ന് പറയാം. സ്വരാജ് റൗണ്ടിൽ 9 ടീമുകളും ഇപ്പോൾ നിരന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലായി 9 ടീമുകളിലെ 450-ലധികം പുലികൾ ഇപ്പോൾ പുലിത്താളത്തിൽ ചുവടുവെക്കുന്നുണ്ട്. ഇതിൽ വരയൻ പുലികളുണ്ട്, സാധാരണ പുലിയുണ്ട്, കരിമ്പൻ പുലിയുണ്ട്, പെൺപുലികളുണ്ട്, കുട്ടിപ്പുലികളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പുലികൾ ചുവടുവെക്കുന്നുണ്ട് സ്വരാജ് റൗണ്ടിൽ. ഇത് ഏതാണ്ട് 9 മണിയോടുകൂടി ഇത് അവസാനിക്കാനുള്ള തരത്തിലാണ് ക്രമീകരണങ്ങൾ. അതിനുശേഷം 10 മണിയോടെയാകും മികച്ച പുലികളി സംഘത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. എന്തായാലും വളരെ വാശിയോടെ തന്നെ എല്ലാ സംഘങ്ങളും ഒന്നിനൊന്ന് മികച്ച സംഘാടനം നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഈ സ്വരാജ് റൗണ്ടിൽ നമ്മൾ കണ്ണിമ ചിമ്മാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നയനമനോഹരമായ കാഴ്ച കാണാൻ ഇനിയും 1 വർഷം എടുക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അടുത്ത ഓണത്തിൻ്റെ സമാപനത്തിനായിരിക്കും വീണ്ടും പുലികൾ മടവിട്ടിറങ്ങുക. അല്പസമയത്തിനകം പുലികളി മെല്ലെ മെല്ലെ പൂർണ്ണമാകും. ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ എല്ലാ ഭാഗങ്ങളിലും വിവിധ പുലികളി സംഘങ്ങൾ ചുവടുവെക്കുന്ന കാഴ്ച നമുക്ക് കാണാം. നിശ്ചല ദൃശ്യങ്ങൾ ഇത്തവണ ഏറെ ശ്രദ്ധേയമായിരുന്നു. ശാസ്ത്രം, അതുപോലെ തന്നെ AI തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു. നടരാജ്, ആവേശം ഒട്ടും ചോരാതെ പുലിക്കളി പ്രേമികൾ ഇപ്പോഴും അവിടെ തുടരുകയാണോ? എല്ലാ വർഷവും എന്തെങ്കിലും വ്യത്യസ്തത ഈ പുലിക്കളിയിൽ കൊണ്ടുവരാൻ അവർ തൃശ്ശൂർക്കാർ ശ്രദ്ധിക്കാറുണ്ട്. ഇത്തവണത്തെ ആ വ്യത്യസ്തത എന്തായിരുന്നു? പല സർപ്രൈസുകളും പല പുലികളും ഇറക്കിയിരുന്നു ഇത്തവണയും. പലരും പല രീതിയിലാണ്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നിശ്ചല ദൃശ്യങ്ങൾ പല വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഇത്തവണ വന്നത്. ശാസ്ത്രം, വൈജ്ഞാനികം, അതുപോലെ തന്നെ ആരോഗ്യം, ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ തുടങ്ങി ശുചിത്വ കേരളം, ശുചിത്വ മിഷൻ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 9 പുലികളി ദേശങ്ങളും കോർപ്പറേഷനും ഒക്കെ തന്നെ നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കി. ഈ നിശ്ചല ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഓരോ ടീമിൻ്റെയും കലാവൈഭവം പ്രകടമായിരുന്നു. അത് വലിയൊരു പ്രത്യേകതയുമായി. ചില നിശ്ചല ദൃശ്യങ്ങളിൽ AI സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും നമുക്ക് കാണാൻ കഴിഞ്ഞു. വലിയ രീതിയിൽ വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിച്ച ടീമുകളും ഏറെ ഉണ്ടായിരുന്നു. മറ്റ് പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇത്തവണ LED ലൈറ്റിട്ട പുലികളെയൊക്കെ തന്നെ സീതാറാം മിൽസ് സംഘം അവതരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പെൺപുലി സീതാറാം മിൽസിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പല പുലി വരകളും ഇത്തവണ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തവണ കോർപ്പറേഷൻ മികച്ച പുലി വര കലാകാരന് പ്രത്യേകമുള്ള അംഗീകാരം നൽകുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. തൃശൂർ നഗരം ഇപ്പോൾ പുലികൾ കീഴടക്കിയിരിക്കുകയാണ്.